നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നമസ്കാരം. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞങ്ങൾ ഫോണിൽ പല പ്രാവശ്യം സംസാരിക്കും, പക്ഷെ നേരിട്ടും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുന്ന ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് റഹീം സാഹിബ്. സഖാവേ, ഒത്തിരി സന്തോഷം. നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ, സംസാരിച്ചു. പക്ഷേ വളരെ യാദൃച്ഛികമായിട്ടാണല്ലോ പലപ്പോഴും കാണുക. അതെ അതെ അതെ, മനോഹരമായ ഒരു സ്ഥലത്ത് വെച്ച് ആഘോഷത്തിന്റെ നടുവിൽ വെച്ച് കണ്ട്. അതാണ് അതെ അതെ, കൊല്ലത്ത് കൊല്ലത്ത് കളറായി നിൽക്കുന്ന കൊല്ലത്ത് വെച്ച് കാണുന്നു. അതെ അതെ. എന്തോ ഈ കൊല്ലത്ത് കലോത്സവത്തെ എന്താണ് സഖാവിന്? ഞാനിവിടെ വന്നിട്ട് കുറച്ചു നേരമായി. അതെ അതെ, ഒരുപാട് പേരുമായിട്ട് സംസാരിക്കാനും ഇടകലരാനും ഒക്കെ കഴിഞ്ഞു. സാധാരണ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ആളുകൾ ആരെങ്കിലൊക്കെ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് പരാതികളൊക്കെ പറയും. ഈ നിമിഷം വരെ ഒരാളും പരാതി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, എല്ലാവരും വളരെ സന്തുഷ്ടരും. എല്ലാവരുടെ മുഖത്തെ സന്തോഷമാണ്, ആത്മവിശ്വാസമാണ്. ഗംഭീരമായ സംഘാടനം എന്നാണ് ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ. അല്ല, ഞാനിവിടെ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. മിനിസ്റ്റർ എല്ലാ ദിവസവും എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വാർത്താ സമ്മേളനം നടക്കും. മിനിസ്റ്ററിന് ഒറ്റ കാര്യം പറയുള്ളൂ, സംഘാടനത്തിൽ ഒരു പിഴവും പാടില്ല. എല്ലാവരും പറഞ്ഞു അത് ഓക്കെയാന്ന് പറയും. മിനിസ്റ്റർ സന്തോഷത്തിലാണ്. വി ശിവൻകുട്ടി മിനിസ്റ്റർ മന്ത്രിയായിട്ട് 2.5 വർഷമാണ്. പക്ഷെ അദ്ദേഹം ഈ പ്രായത്തിനിടയിൽ സംഘടിപ്പിച്ചത് എത്രയോ കലോത്സവങ്ങളാണ്. എത്രയോ സർവകലാശാല കലോത്സവങ്ങൾക്ക് അദ്ദേഹം ചെയർമാനായിട്ടുണ്ട്. എനിക്കതിനെ നേരിട്ടറിയാവുന്ന കലോത്സവങ്ങൾ അദ്ദേഹം ചെയർമാനായിട്ടുണ്ട്. അതിനു മുമ്പ് എത്രയോ, പിന്നെ എന്തെല്ലാം ഇവന്റുകൾ. മികച്ച സംഘാടകനാണ്. അത് ഇവിടെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു കയ്യൊപ്പ് കൂടെ കാണുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സഖാവിന്റെ ഒരു ഓർമ്മ, കലോത്സവങ്ങൾ, നല്ല വിദ്യാഭ്യാസത്തിലൂടെ വന്നിട്ട് കലോത്സവം. എനിക്ക് വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും കലോത്സവത്തെ സംബന്ധിച്ചുണ്ട്. 3 തരത്തിലാണ്. ഒന്നാമത്തെ കാര്യം, കലോത്സവത്തിൽ മത്സരിച്ച ഓർമ്മയാണ്. 2, കലോത്സവം കാണാൻ പോയ ഓർമ്മ. അതെല്ലാവർക്കും ഉള്ള ഓർമ്മ തന്നെയാണ്. അതെല്ലാവരുടെയും ജീവിതത്തിലുള്ള ഓർമ്മയാണ്. രസകരമായ കാര്യങ്ങളാണ്. 3ാമത്തേത്, കലോത്സവം സംഘടിപ്പിച്ച അനുഭവമാണ്. ഇത് 3ഉം എന്റെ ജീവിതത്തിൽ വളരെ പ്രസക്തമാണ്. ഈ മത്സരിച്ച ഓർമ്മകളേതാ? മത്സരിച്ച ഓർമ്മ, സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ രസമായിരുന്നു. എല്ലാറ്റിനും പേര് കൊടുക്കുമായിരുന്നു. ഒരു ബുക്കിൽ വെള്ള പേപ്പറിൽ ആ പേരെഴുതി കൊടുക്കേണ്ടത് ഞാൻ ഓർക്കാണ്. ഒരു ചുമതലയുള്ളൊരു അധ്യാപകൻ കാണും. അപ്പൊ എനിക്ക് ഏറ്റവും പാഷനായ ചില എന്നെ കൊണ്ട് സാധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതില് ഞാൻ വളരെ ശ്രദ്ധാലുവായി തന്നെ, അത് വളരെ പരിശീലനത്തോടു കൂടി തന്നെ മത്സരിക്കുമായിരുന്നു. അതിലെല്ലാം പ്രൈസ് കിട്ടുമായിരുന്നു. ഉദാഹരണത്തിന് നാടകം. ഒരുപാട് സന്ദർഭങ്ങളിൽ ബെസ്റ്റ് ആക്ടർ, നല്ല നടൻ എന്നുള്ള പേരുണ്ടല്ലേ, നല്ല നടനെ, അതെല്ലാത്തിലും അത് ഭയങ്കര രസകരമായ സാധനം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ഈ KU ജനീഷ് കുമാർ എംഎൽഎ കോന്നി എംഎൽഎ ഭയങ്കര തമാശക്കാരാണ്. നമ്മുടെ DYFI ടീമാണല്ലോ. അപ്പൊ പണ്ട് നമ്മുടെ വെഞ്ഞാറമൂടാണല്ലോ എന്റെ നാട്. അപ്പൊ സുരാജണ്ണനും ഞാനൊക്കെ നമ്മളൊക്കെ പണ്ട് ഈ ക്ലബുകളുടെ മത്സരങ്ങളിൽ പലയിടത്തും ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ ആ അനുഭവമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തില് ജനീഷ് പറഞ്ഞൊരു കവനുണ്ട്. പാവം, അദ്ദേഹം ഇപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം അഭിനയിക്കുന്നു, ഇയാളിപ്പോ എല്ലാ ദിവസവും ഗംഭീരതാണ് പറഞ്ഞത്. വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാ പറഞ്ഞത്. അവർ നന്നായിട്ട് പലതും വലിയൊരു പാവം സുരാജ് വല്ലപ്പോഴും ഒക്കെ ഇപ്പൊ അഭിനയിക്കുന്നു, ഇയാളിപ്പോ എല്ലാ ദിവസവും അഭിനയിച്ച. അല്ല, ഈ അഭിനയം പറയുമ്പോഴല്ലേ എനിക്കിപ്പോ നമ്മൾ പറഞ്ഞു തന്നപ്പോൾ ഏറ്റവും നല്ല നടൻ എന്ന് പറഞ്ഞല്ലോ, ഞാനതെടുത്തു. പൊതുവെ എല്ലാ കാര്യത്തിലും അഭിനയിക്കുന്നതിലും ഏറ്റവും വലിയ നടൻ തന്നെ താങ്കൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. തന്നെയാണ് ഏറ്റവും വലിയ നടൻ. അങ്ങനെ നാടകം പ്രധാനമായിരുന്നു. നാടകം നമ്മൾ എല്ലാ വർഷവും സ്കൂളിലെ കലോത്സവങ്ങളിലെ 1ാം സ്ഥാനം അല്ലെങ്കിൽ 2ാം സ്ഥാനം, ഒരു മികച്ച പെർഫോമൻസ്, നല്ല മത്സരം നടത്തുന്ന ഒരു സ്കൂളാണ്. നാടകത്തിൽ ഒരു പ്രധാനപ്പെട്ട നാടകം, ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ജി ശങ്കരപിള്ളയുടെ വേനലിൽ വിരിഞ്ഞ പൂവെല്ലാം ഞാൻ ഓർമ്മിക്കുകയാണ്. നല്ല ഒരുപാട് നല്ല പ്രധാനപ്പെട്ട നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മോണോആക്ട് അഭിനയം എന്ന് പറഞ്ഞാൽ മോണോആക്ട് 10 മിനിറ്റ് അഭിനയിച്ച് ഫലിപ്പിക്കാവുന്ന വലിയ കഴിവാണ്. അതെ, 5 മിനിറ്റ് അഭിനയിക്കുന്നത്. അങ്ങനെയുള്ള അഭിനയം പ്രധാനമായിരുന്നു. പിന്നെ എന്നിട്ട് ടാബ്ലോ, ഫാൻസി ഡ്രസ്, അതെല്ലാം നല്ല തീം, വളരെ ശ്രദ്ധയോട് തന്നെ പ്രൈസ് കിട്ടാമെന്ന നിലയിൽ തന്നെ ചെയ്യും. പിന്നെയും മത്സരിക്കണമെന്നുള്ള ആഗ്രഹത്തില് പാടാൻ അറിഞ്ഞേകൂടാ, തീരെ അറിയില്ല. അപ്പൊ ലളിതഗാനത്തിന് കൊടുക്കാൻ പറ്റില്ല, പദ്യപാരായണത്തിന് കൊടുക്കും. അതിന് പിന്നെ അധികം താളവും ബോധമല്ലോ. പിന്നെ കൊടുക്കുന്നതെന്ന് പറയും സമൂഹഗാനത്തിൽ കൊടുക്കും. കാരണം എല്ലാ പരമാവധി ഇവന്റുകളിൽ മത്സരിക്കണമെന്നുള്ള ആഗ്രഹമാണ്. പിന്നെ കോളേജ് ഡിഗ്രിക്ക് പോയപ്പോഴും ഒക്കെ ഇത് തന്നെയായിരുന്നു. നാടകം, തിയേറ്റർ ആയിരുന്നു പ്രധാനപ്പെട്ട. പിന്നെ സ്കിറ്റ്. സർവകലാശാലയിലേക്ക് പോയപ്പോഴേക്കും സർവകലാശാല കലോത്സവങ്ങളിൽ സ്കിറ്റ്, മൈമ, ഇതെല്ലാം പ്രധാനപ്പെട്ട ഇവന്റാണല്ലോ. വളരെ രസകരമായ ഒരു കാര്യം, അത് എല്ലാ മത്സരങ്ങൾക്കും പേര് കൊടുത്തിരുന്ന ഞാൻ ഒരെണ്ണത്തിൽ മാത്രം കൊടുക്കില്ലായിരുന്നു. അതെനിക്ക് തീരെ പറ്റില്ല എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. അത് പ്രസംഗോത്സവമാണ്.
എനിക്ക് പ്രസംഗിക്കാൻ ഭയങ്കര എഴുതിയാണ്. എനിക്ക് പ്രസംഗിക്കാൻ അറിയും എന്ന് എനിക്കന്ന് അറിയില്ലായിരുന്നു. കാരണം എനിക്ക് തീരെ പരിചയമില്ലാത്ത, എനിക്ക് ഒട്ടും പറ്റാത്ത പാട്ടിൽ പോലും സമൂഹഗാനത്തിൽ പോയി പേര് കൊടുക്കുന്ന ഞാൻ പ്രസംഗത്തിൽ എന്റെ ഒരു ദിവസം ഒരു മത്സരത്തിൽ ഞാൻ മത്സരിച്ചിട്ട് എനിക്കത് പറ്റുമെന്ന് അറിയില്ലായിരുന്നു. അത് ഞാൻ തിരിച്ചറിയുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. പിന്നെ പ്രസംഗ മത്സരങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തിരിച്ചറിഞ്ഞ രാഷ്ട്രീയത്തിലൂടെയാണ് പ്രസംഗം. അത് വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ പ്രസംഗിക്കാൻ കഴിയുന്ന ആളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. വളരെ യാദൃച്ഛികമായി. പിന്നീട് പ്രസംഗ മത്സരങ്ങളിൽ, ഡിബേറ്റുകളിൽ ഒക്കെ നമ്മുടെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. ആ ടീമിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ ടീമിൽ തുടർച്ചയായി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് സർവകലാശാല കലോത്സവങ്ങളെല്ലാം, ഈ കൊല്ലത്ത് നടന്ന സർവകലാശാല കലോത്സവത്തിലെല്ലാം അന്ന് പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് പ്രസംഗ മത്സരത്തില് തൊട്ടപ്പുറത്ത് ഫാത്തിമ മാതാ കോളേജിലായിരുന്നു വെന്യൂ, ഞാൻ ഓർമ്മിക്കുകയാണ്. അത് ജഡ്ജ് ചെയ്യാൻ വന്നതിൽ ഒരാള് കണിയാപുരം രാമചന്ദ്രനായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഈ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ കൊല്ലത്ത് കലോത്സവം സംഘടിപ്പിച്ച SFI രംഗത്തൊക്കെ നിൽക്കുമ്പോൾ കലോത്സവം സംഘടിപ്പിച്ച ഓർമ്മയുണ്ട്, കലോത്സവത്തിൽ പങ്കെടുത്ത ഓർമ്മയുണ്ട്. അങ്ങനെ ഇന്ന് വളരെ സംഘാടകൻ എന്ന നിലയിൽ മികവ് തെളിയിച്ച ഏറ്റവും ഓർമ്മയിലിരിക്കുന്നത് കലോത്സവം തന്നെ സംഘടിപ്പിച്ചത് ഞാൻ ആറ്റിങ്ങലിൽ വെച്ചൊരു കലോത്സവം, കേരള സർവകലാശാല യൂണിയന്റെ ഒരു കലോത്സവം സംഘടിപ്പിച്ചു. അത് വലിയൊരു അനുഭവമായിരുന്നു. നല്ല നിലയിൽ പ്രശംസ പിടിച്ചു പറ്റാൻ പറ്റിയ, കുറ്റമറ്റ നിലയിൽ നടത്താൻ പറ്റിയ മികച്ച രീതിയായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, അന്ന് സമൂഹഗാനത്തിനൊക്കെ ജഡ്ജസ് ആയിട്ട് വന്നത് ആരൊക്കെ? നമ്മുടെ MJ ചന്ദ്രനായിരുന്നു ഒരു ജഡ്ജ്. അങ്ങനെ വളരെ പ്രമുഖരായ വിധികർത്താക്കളെയെല്ലാം കൊണ്ടുവന്ന് നന്നായി തന്നെ പരിപാടി നടത്താൻ കഴിഞ്ഞ് ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ട്രോളുകളൊക്കെ എങ്ങനെ എൻജോയ് ചെയ്യുന്നു? എല്ലാം വളരെ ഭംഗിയായി തന്നെ നമ്മള് ചെയ്യുന്നത്, വളരെ ഡെഡിക്കേഷനോട് കൂടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം അതിനകത്തൊരു ആസ്വാദനം വരും, ഈ ഹാപ്പിനെസ് വരും. ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവാണ്, സോഷ്യൽ മീഡിയ ആക്റ്റീവാണ്, പല കാര്യങ്ങൾക്കും കമന്റുകൾ വരും അല്ലെ? എനിക്കും ഒത്തിരി നെഗറ്റീവ് കമന്റുകൾ വരുന്ന വ്യക്തിയാണ്. കോമൺ ആയിട്ട് പറയാം, കമന്റുകൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ട്രോളുകൾ ശ്രദ്ധിക്കും. എനിക്കെതിരായ ട്രോളുകൾ, നല്ല ട്രോളുകളാണ് അത് ആസ്വദിക്കുന്നത്, നന്നായിട്ട് ആസ്വദിക്കുന്നത്. നമ്മള് ശ്രദ്ധിക്കുന്നോണ്ടാണല്ലോ ട്രോളുകൾ വരുന്നത്. അതെ, അല്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുടെ പേരിൽ ട്രോള് വരില്ലല്ലോ. ഒരു ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന ഒരാളുടെ പേര് ട്രോള് വരില്ലല്ലോ. നമ്മള് ട്രോളുകൾ കൂടുതൽ വരുന്നതിന്റെ അർത്ഥം നമ്മൾ കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയി മാറുന്നു, പ്രൊമിനന്റ് ആയി മാറുന്നു എന്നുള്ളതാണ്. വെൽക്കമിങ് ആയ ഒരു കാര്യമാണ്. ഞാൻ നല്ല ട്രോളാണ്, ചിലത് വളരെ മോശപ്പെട്ടത് വരും, അതിനെ നമ്മൾ അവഗണിക്കുക എന്നുള്ളതാണ്. നല്ല ട്രോളുകളുണ്ട്. നല്ല ചില ട്രോളർമാരെയൊക്കെ ഞാനിങ്ങനെ തേടിയിട്ടുണ്ട്. ഇത് ഞാന് കോവിഡ് വന്നിട്ട്, ഞാൻ അന്ന് ക്വാറന്റൈൻ ഒക്കെ ഉള്ള സമയമാണ്. കോവിഡ് വന്നില്ല, ഓഫീസിൽ ഒരാൾക്ക് കോവിഡ് വന്നിട്ട് ക്വാറന്റൈനിൽ പോയിട്ടുണ്ട്. അപ്പൊ ക്വാറന്റൈനിൽ ഇരുന്നപ്പോ ട്രോളായിട്ട് ഒരാളിങ്ങനെ എഴുതിയിട്ടു, ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ ക്വാറന്റൈനിൽ ഇരുന്ന് 14 ദിവസം കൊണ്ട് അദ്ദേഹം ഈ മാസ്ക് തുന്നാൻ പോവാണ്. മാസ്ക് ഇത്ര ദിവസം കൊണ്ട് എത്രയോ 1000 മാസ്ക്, ഒരു നമ്പർ പറയുന്നുണ്ട്. വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു ട്രോള്. ഇത് ഒരുപാട് പേര് വിശ്വസിച്ചിട്ട് എന്നെ വിളിച്ചിട്ട്, അല്ല അത് ഈ ആരോഗ്യ പ്രവർത്തകർ സമ്മതിക്കോ? കാരണം ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഒരാൾ തുന്നുന്ന മാസ്ക് പുറത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഗൗരവത്തോട് വിളിച്ചു. നല്ല ട്രോളായിരുന്നു. അല്ല, അത് ഗംഭീര അതും വിശ്വസിച്ച ആളുകൾ വരുന്നുള്ളതാണ്. ഒരുപാട് ട്രോളൊക്കെ ഭയങ്കര രസകരമായ ട്രോളുണ്ടായിരുന്നു. ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ പലതവണ എനിക്കുണ്ടാവും എല്ലാവരും. അപ്പോൾ എന്തായിരിക്കും സഖാവ് ചെയ്യുക? ദുഃഖകരമായ ഒരുപാട് സന്ദർഭങ്ങൾ വ്യക്തി ജീവിതത്തിൽ വന്നിട്ടുണ്ട്. സംഘടനാ രംഗത്തും ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സഹാക്കളിലൊക്കെ രക്തസാക്ഷികളായ സന്ദർഭങ്ങളിൽ ഒക്കെ നമ്മൾ ഒരുപാട് ദുരന്തം, വളരെ ഒരുപാട് പേരുടെ മരണം, അപ്രതീക്ഷിതമായ മരണങ്ങൾ ഒക്കെ വളരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുന്നുണ്ട്. എൻ്റെ സംഘടനാ ജീവിതത്തിലെ എൻ്റെ ഓർമ്മയിൽ വല്ലാതെ 2 കാഴ്ചകൾ എൻ്റെ മനസ്സിൽ നിന്നും മായില്ല. ഈ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിനു പുറമെ ഒന്ന്, റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പിൽ പോയതാണ്. അത് അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകുമ്പോൾ അന്ന് PM മുഹമ്മദ് റിയാസ്, ഇന്നത്തെ മന്ത്രി, അന്ന് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷനാണ് ഞങ്ങൾ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പിൽ പോകുന്നത്. അവിടെ പോകുമ്പോ ദാരിദ്ര്യവും പട്ടിണിയും നേരിൽ കണ്ടു ഞാൻ. ഞങ്ങൾ ആ ക്യാമ്പിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു മൈതാനത്താണ്, ഈ ചപ്പുചവറുകൾ കൊണ്ടു കൂട്ടുന്ന ഒരു മൈതാനത്താണ്
ഇവരിങ്ങനെ ടാർപ്പയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നത് പാവങ്ങള്, നൂറുകണക്കിന് മനുഷ്യർ. അതിൽ സ്ത്രീയുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും അവിടെ തന്നെയാണ്. അവരുടെ പശുക്കളുണ്ട്. ഞങ്ങള് ടൈഗർ ബിസ്ക്കറ്റ് വേണ്ടിട്ട് ഇങ്ങനെ പോവാണ്. അതേ ഉള്ളൂ കൊണ്ടുപോവാണ്. ഒരു പാക്കറ്റ്, ഒരു വലിയ കാർഡ്ബോർഡാണ്. ഞങ്ങളുടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓടി വന്നിട്ട് ഈ ടൈഗർ ബിസ്ക്കറ്റിന് വേണ്ടി പിടിച്ചു പറിക്കുന്ന കുഞ്ഞുങ്ങളെ എന്റെ ജീവിതത്തിൽ മറക്കാനാവില്ല.